യൂണിറ്റ് 2 ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ട്രേഡ് പോളിസി ആണ് നമുക്ക് ഇനി പറയാനുള്ളത്. അതിൽ നമുക്ക് ഇന്റർനാഷണൽ ട്രേഡ്, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ട്രേഡ് പോളിസി, താരിഫ്, നോൺ താരിഫ്, എക്സ്പോർട്ട് റിലേറ്റഡ് മെഷേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്റർനാഷണൽ ഇന്ത്യയുടെ എ ഫ്യൂ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യാസ് ഇന്റർനാഷണൽ ട്രേഡ് സ്ട്രാറ്റജി, നമ്മുടെ ഇന്ത്യയിലെ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രേഡ് സ്ട്രാറ്റജിയെ കുറിച്ചിട്ടാണ് നമുക്കിതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ആഫ്റ്റർ എ ഡിക്കേഡ് ഓഫ് eschewing free trade deals, India has embarked on an FTA signing spree that is quickly transforming the country into one of the most FTA engaged countries in the world. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ദശലക്ഷ വർഷങ്ങൾക്ക് മുമ്പ് ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഫ്രീ ട്രേഡ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഇത് പെട്ടെന്ന് തന്നെ രാജ്യത്ത് വളരെ വലിയൊരു നമ്മുടെ രാജ്യത്തില് വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതും കൂടി എന്ത് ചെയ്യാണ്, പറയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരുപാട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സ്വതന്ത്ര വ്യാപാരമായിട്ടുള്ള കരാറുകൾ, ഫ്രീ ട്രേഡ് ഡീൽസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കി വന്ന ശേഷം ഇന്ത്യ ഇപ്പോൾ FTA ഒപ്പുവെക്കുന്ന ഒരു കുതിപ്പിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജ്യം പ്രവേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ FTA ഉള്ള രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു, നമ്മുടെ ഫ്രീ ട്രേഡ് ഡീൽസുകളായിരുന്നു നമ്മൾ കൂടുതലായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഇന്ത്യ ഒപ്പുവെക്കുന്നത് FTAയിലാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലും ഒപ്പുവെക്കുന്നത്. ഇത് വെക്കുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ FTA ഉള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഇനോഗ്രേറ്റഡ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് റഷ് ബിഗാൻ വിത്ത് ദ അഗ്രിമെന്റ് വിത്ത് മൗറീഷ്യസ് ഓൺ 1 April 2021, followed by fast-track negotiation with the United Arab Emirates, Australia, United Kingdom, Canada and European Union. അതായത് ഒരു പുതുക്കിയിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എന്താ പറയാ, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് മൗറീഷ്യയുമായുള്ള 2021 ഏപ്രിൽ 1 എന്ത് ചെയ്തു, ഒരു കരാറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. തുടർന്ന് UAE, ഓസ്ട്രേലിയ, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, യൂറോപ്യൻ എന്നിവയുമായുള്ള എന്താ പറയാ ചർച്ചകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ പ്രവർത്തനങ്ങൾ 2021 ഏപ്രിൽ 1 എന്ത് ചെയ്തു, മൗറീഷ്യസുമായിട്ടാണ് ആരംഭിക്കുന്നത്. തുടർന്ന് ഓസ്ട്രേലിയ, UAE, യുണൈറ്റഡ് കിങ്ഡം, അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ എന്നിവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുകയുണ്ടായി. ഓൺ ഫെബ്രുവരി 2022, a comprehensive economic partnership agreement with UAE was concluded within 90 days of the commencement of negotiation and has been in force since 1 May 2022. In addition, an economic cooperation and trade agreement with Australia also concluded on 2 April 2022. അതായത് 2022 ഫെബ്രുവരി 18 എന്ത് ചെയ്യുന്നത്, UAEയുമായിട്ടുള്ള ഒരു സമഗ്ര സാമ്പത്തികമായിട്ടുള്ള ഒരു കരാർ, അതായത് എന്താ പറയാ, ഒരു എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് CEPA എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, കരാർ എന്ത് ചെയ്യുന്നത്, അതായത് ഒരു അഗ്രിമെന്റ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത് 90 ദിവസത്തിനുള്ളിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, സമാപിച്ചിട്ടുമുണ്ട്.
പിന്നീട് ഇത് 2022 മെയ് 1 മുതൽ എന്ത് ചെയ്തു, ഇത് പ്രാബല്യത്തിൽ എത്തിയിരിക്കുന്നു. കൂടാതെ 2022 ഏപ്രിൽ 2 ഓസ്ട്രേലിയയുമായിട്ടുള്ള ഒരു എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഒപ്പുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയണത് the next highly anticipated free trade agreement in the work is with the UK, which is expected to conclude by Diwali in October 22. Free trade agreement discussions are also on the fast track with Canada, the EU, as well as with the Gulf Cooperation Council, Bahrain, GCC, Bahrain, Kuwait, Oman, Qatar, Saudi Arabia, and UAE and Israel. അതായത് ഇപ്പോ അടുത്ത് കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് ആരുമായിട്ടായിരുന്നു, UK-യുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇതൊരു ദീപാവലി അതായത് സമയത്ത് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാനഡയും അതേപോലെ തന്നെ യൂറോപ്യൻ ഗൾഫ് കൗൺസിലുകള്, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാന്, സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവയുമായിട്ടും അതേപോലെ തന്നെ ഇസ്രായേലുമായിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എന്താ പറയാ വളരെ വലിയ രീതിയിൽ ഡിസ്കഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് എന്ത് ചെയ്യുന്നു, പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ നമുക്ക് നമ്മുടെ എന്താ പറയാ ഫ്രീ ട്രേഡില് വിവിധ സമ്പദ് വ്യവസ്ഥകളിൽ നിന്നുള്ള അതേപോലെ തന്നെ എന്താ പറയാ ഫ്രീ ട്രേഡ് ബയേഴ്സും അതേപോലെ തന്നെ സെല്ലേഴ്സും അല്ലെ ഒക്കെ എന്താണ് വിറ്റഴിക്കുന്നവരും കുറഞ്ഞത് സംസ്ഥാനത്തിന്റെ ഇടപെടലോടെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രധാനമായിട്ടും മിനിമം ഒരു സ്റ്റേറ്റ് ഇന്റർഫിയറൻസിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രേഡ് എന്ന് പറയുന്നത് നടത്തുന്നത്. അപ്പൊ എന്താണോ ഒരു ഫ്രീ ട്രേഡിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഫോഴ്സിൽ എന്തൊക്കെയാണോ ആവശ്യവും എന്തൊക്കെയാണ് വാഗ്ദാനവും അതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫ്രീ ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എല്ലാതും നിർണയിക്കപ്പെടുന്നത്. ഓക്കെ, ദെൻ അത് കൂടാതെ തന്നെ പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നതും അതേപോലെ തന്നെ താരിഫ്, കോട്ടാസ് അല്ലെ, പ്രൊട്ടക്ഷനിസം എന്ന് മാത്രമല്ല സ്റ്റേറ്റ് പോളിസി എയിം ചെയ്യുന്നത് എന്താണ്, ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യുക. ആരുടെയിൽ നിന്ന്, ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്നും ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും, അതിനു വേണ്ടിയിട്ട് താരിഫ്, കോട്ട, നോൺ താരിഫ്, ട്രേഡ് പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾക്ക് അറിയേണ്ടത് ഒന്നാമത്തെ കാര്യം താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ താരിഫ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്, താരിഫ് ആൾസോ നോൺ ആസ് customs duty are basically taxes on duties imposed on goods and services. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഇമ്പോർട്ടഡ് ഓർ എക്സ്പോർട്ടഡ്. അതായത് നമ്മുടെ രാജ്യത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന് ഇമ്പോസ് ചെയ്യുന്ന ഒരു ബേസിക്കലി ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ എക്സ്പോർട്ടുമിലോ ഒന്നില്ലെങ്കിൽ ഇമ്പോർട്ടുമിലോ ഗുഡ്സ് ആൻഡ് സർവീസുമില് ഇമ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടീസ് ആണ് ഇതെന്ന് പറയുന്നത് താരിഫ് എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ജനറലി നമുക്കറിയാം ഡിഫറെന്റ് താരിഫ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് കമ്മോഡിറ്റികൾക്കായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. It is defined as financial charge in the form of tax. ടാക്സിന്റെ രൂപത്തിൽ എന്താ പറയാ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ചാർജ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അത് എന്താണ്, നമ്മളുടെ രാജ്യത്ത് നിന്നും നമ്മളുടെ ടെറിട്ടറിയിൽ നിന്നും മറ്റൊരു ടെറിട്ടറിയുടെ ബോർഡറിലേക്ക് പോകുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, ഈ ടാക്സിന്റെ രൂപത്തിൽ ഈടാക്കുന്നത്. They are the most visible and universally used trade measures that market access to goods for goods.
അതായത് ഇതാണ് നമുക്ക് യൂണിവേഴ്സലി നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ട്രേഡ് മെഷേഴ്സ് ആയിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. Single tariff rate countries have tariff schedule with a specified tariff collected on every particular good and services. അതായത് ഏതൊരു ഗുഡ് ആയിക്കോട്ടെ, ഏതൊരു സർവീസ് ആയിക്കോട്ടെ, അതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫൈ ആയിട്ടുള്ള താരിഫ് എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇമ്പോർട്ട് ഡ്യൂട്ടീസും അതേപോലെ തന്നെ എക്സ്പോർട്ട് ഡ്യൂട്ടീസ്, താരിഫ്, ഇതെല്ലാം എന്താണ് ഓരോ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഇമ്പോർട്ട് ഡ്യൂട്ടീസിലും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് യൂണിറ്റ് ദ ടേം താരിഫ് വുഡ് റെഫർ ടു ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് താരിഫ് എന്ന് പറയുന്ന ടേമിനെ നമുക്ക് എന്തുകൂടി റെഫർ ചെയ്യാവുന്നതാണ്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന പേരിലും എന്ത് ചെയ്യാവുന്നതാണ്, വിളിക്കാവുന്നതാണ്. Tariff are aimed alerting the relative price of goods and services imported so as to contract the domestic demand and thus regulate the volume of their imports. അതായത് താരിഫ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് എയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ആപേക്ഷിക വിലയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ താരിഫ് നോക്കുന്നത്. കാരണം നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിന്റെ ഡൊമസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നതും അതിന്റെ അതേപോലെ തന്നെ അത് അതിന്റെ ഇമ്പോർട്ടിന്റെ വോളിയവും ഒക്കെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, താരിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താരിഫ് ലീവ് ദ വേൾഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് അൺഅഫക്റ്റഡ്. അതായത് താരിഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ്, എന്താ പറയാ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് അൺഅഫക്റ്റഡ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അൺഅഫക്റ്റഡ് ആണ്. കാരണം പ്രൈസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നതും എന്താണ്, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ ദ മെയിൻ ഗോൾസ് ഓഫ് താരിഫ് ആർ ടു റൈസ് റവന്യൂ ഫോർ ദി ഗവൺമെന്റ് ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി ടു പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രീസ്. അതായത് ഇപ്പോ നമുക്കറിയാം താരിഫ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റിന്റെ റവന്യൂ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. അതേപോലെ തന്നെ കൂടുതൽ എന്ത് ചെയ്യണം, നമ്മളുടെ ഡൊമസ്റ്റിക് ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ വലിയൊരു എയിമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ ഇമ്പോർട്ട് താരിഫിന്റെ ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോംസ് ഓഫ് ഇമ്പോർട്ട് താരിഫ്, അതിലൊന്നാമത്തെയാണ് സ്പെസിഫിക് താരിഫ് എന്ന് പറയുന്നത്. സ്പെസിഫിക് താരിഫ് എന്ന് പറയുമ്പോൾ specific tariff is the fixed amount of money per physical unit according to the weight of measurement of the commodity imported or exported. അതായത് സ്പെസിഫിക് താരിഫ് എന്ന് പറയുമ്പോൾ അതില് എന്താണ്, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണിയാണ്. അതായത് ഒരു കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ അതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ അതിന്റെ മെഷർമെന്റിന്റെ അടിസ്ഥാനത്തിൽ പെർ ഫിസിക്കൽ യൂണിറ്റിന് ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് എന്ത് സ്പെസിഫിക് താരിഫ് എന്ന് പറയുന്നത്. ദിസ് താരിഫ് ക്യാൻ വേരി അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഗുഡ് ഇമ്പോർട്ടഡ്. അതായത് ഈ താരിഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, മാറ്റം വരാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോ ഗുഡിന്റെയും സ്വഭാവത്തിനനുസരിച്ച് ഏത് ഗുഡാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് ആ ഗുഡിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യും, ഇവിടെ താരിഫ് എന്ന് പറയുന്നത് വ്യത്യാസം വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് താരിഫ് എന്ന് പറയുന്നത് 1000 rupee may be charged on each imported bicycle. അതായത് ഏതോ ഇമ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ബൈസിക്കിളിന്റെ മേല് ഒരു സ്പെസിഫിക് താരിഫ് എന്ന് പറയുന്നത് 1000 രൂപ ചാർജ് ഈടാക്കുന്നുവെങ്കിൽ ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സ്പെസിഫിക് താരിഫ് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ പ്രൊട്ടക്ഷൻ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് is that its protective value varies inversely with the price of the import. അതായത് ഇതിന്റെ ഒരു സ്പെസിഫിക് താരിഫിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്പെസിഫിക് താരിഫ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് പ്രൊട്ടക്റ്റീവ് വാല്യൂ വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ദ പ്രൈസ് ഓഫ് ഇമ്പോർട്ട്.
അപ്പൊ പ്രൊട്ടക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നതും ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡിന്റെ പ്രൈസ് എന്ന് പറയുന്നതും ഇൻവേഴ്സ്ലി എന്താണ് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു സൈക്കിൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, അതിന്റെ പൈസ എന്ന് പറയുന്നത് 5000 രൂപയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് താരിഫ് എന്ന് പറയുന്നത് അതിന്റെ ഒറിജിനൽ എമൗണ്ടിന്റെ 20% ആണ് താരിഫ് വരുന്നത്. ഓക്കെ, ഇഫ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ, അപ്പൊ ഇൻഫ്ലേഷൻ വരികയാണ്, ഈ ഒരു സമയത്ത് ഇൻഫ്ലേഷൻ വന്നു, പ്രൈസ് ഓഫ് ബൈസിക്കിൾ എന്ന് പറയുന്നത് 5000-ൽ നിന്നും 10000 ആയിട്ട് വർദ്ധിച്ചു. ഓക്കെ, അപ്പൊ സ്പെസിഫിക് താരിഫ് ഈസ് സ്റ്റിൽ 10% ഓഫ് ദ വാല്യൂ ഓഫ് ദ ഇമ്പോർട്ട്. അപ്പൊ ബൈസിക്കിളിന്റെ വില 5000 ഉള്ളത് 10000 ആയിട്ട് കൂടി എപ്പോ? ഇൻഫ്ലേഷൻ ഉള്ളപ്പോ. ഓക്കെ, അപ്പൊ സ്പെസിഫിക് താരിഫ് എന്ന് പറയുന്നത് എത്രയാണ്? 10% വാല്യൂ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറും. സിൻസ് ദ കാൽക്കുലേഷൻ ഓഫ് ദീസ് ഡ്യൂട്ടീസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ വാല്യൂ ഓഫ് മെർച്ചൻഡൈസ് കസ്റ്റം വാല്യുവേഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദിസ് കേസ്. അപ്പോ ഈ ഒരു കാൽക്കുലേഷനിൽ ഈ ഒരു ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് മെർക്കൻഡൈസിന്റെ ഒരു എന്താ പറയാ അതിൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതല്ല. എന്നാൽ അത് കസ്റ്റംസ് വാല്യൂ ആയിട്ടും എന്ത് ചെയ്യുന്നില്ല, അപ്ലിക്കബിൾ അല്ല ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ചില സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് കാണപ്പെടുന്നുള്ളൂ. എന്നാൽ അഡ്വലോറം ടാക്സ്, അടുത്ത താരിഫാണ് അഡ്വലോറം താരിഫ് എന്ന് പറയുന്നത്. ഈ അഡ്വലോറം താരിഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ട്രേഡഡ് കമ്മോഡിറ്റിയുടെ മേല് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് വാല്യൂ എക്സ്ട്രാ ഡ്യൂട്ടി ഈടാക്കുന്നതാണ്. ഇതിനെയാണ് വെലോറം താരിഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആഡ് വെലോറം താരിഫ് ഈസ് ലിവിൽഡ് എ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓഫ് ദ മോണിറ്ററി വാല്യൂ ഓഫ് 1 യൂണിറ്റ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്. ഒരു ഇമ്പോർട്ടഡ് ഗുഡിന്റെ ഒരു യൂണിറ്റുമേൽ ഉണ്ടാകുന്ന ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് മോണിറ്ററി വാല്യൂവിനെയാണ് അഡ്വലോറം താരിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 20% ആണ് അഡ്വലോറം താരിഫ് എന്ന് പറയുന്നത് എങ്കിൽ അവിടെ ഒരു ബൈസിക്കിൾ ജനറേറ്റ് ചെയ്യുന്നത് 1000 രൂപയാണ് ഇമ്പോർട്ടഡ് സൈക്കിളിന് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതായത് 5000 രൂപയാണ് വേൾഡ് മാർക്കറ്റിലെ പ്രൈസ്. അതില് ഇമ്പോർട്ടഡ് ബൈസിക്കിളിന് എന്താ പറയാ അഡ്വലോറം താരിഫ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത് 1000 രൂപയാണ്. അതായത് അതേസമയം 10000 രൂപ ജനറേറ്റ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അതിന്റെ 20% അല്ലെ, 10,000 20% എത്രയാണ്? 2000 അല്ലെ. അപ്പൊ അഡ്വലോറം താരിഫ് എന്ന് പറയുന്നത് എന്താണ്? പ്രിസർവ് ദ പ്രൊട്ടക്ഷൻ വാല്യൂ ഓഫ് താരിഫ് ഓൺ ഹോം പ്രൊഡ്യൂസർ. അതായത് അതും എന്ത് ചെയ്യുന്നു, കൂടുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, എന്നാൽ അങ്ങനെയല്ല. സ്പെസിഫിക് താരിഫ് എന്ന് പറയുമ്പോ എങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്നത് അല്ലെ? എന്താണ് ഇപ്പോ നേരത്തേല് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? 20% ഉണ്ടായിരുന്നത് 10% ആയിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ബൈസിക്കിളിന്റെ പ്രൈസ് ഇൻഫ്ലേഷനിൽ കൂടിയപ്പോ താരിഫ് എന്ന് പറയുന്നത് 10% ആയിട്ട് കുറഞ്ഞു എന്നാണ്, വാല്യൂ കുറഞ്ഞു എന്നാ പറഞ്ഞത്. പക്ഷെ അഡ്വലോറം ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്. പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ആ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് എക്സാമ്പിളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയണത് there are many other variations of the about of താരിഫ്. പിന്നെയും പലതരത്തിലുള്ള താരിഫുകൾ ഉണ്ട്. അതിലൊന്നാണ് മിക്സഡ് താരിഫ് എന്ന് പറയുന്നത്. മിക്സഡ് താരിഫ് എന്ന് പറയുമ്പോൾ on the basis of the value of imported goods, on the basis of unit of measure, the imported goods spending on which generate the most income for the nation. അതായത് മിക്സഡ് താരിഫ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇമ്പോർട്ട് ഗുഡിന്റെ വാല്യൂവിന്റെ ബേസിലും അതേപോലെ തന്നെ, അതായത് നമ്മൾ മിക്സഡ് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, അഡ്വലോറം റേറ്റും ഒരു സ്പെസിഫിക് ഡ്യൂട്ടിന്റെ ചാർജും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ കോട്ടൺ 5% അഡ്വലോറം 3000 per ton വിച്ച് ഈസ് ഹയർ. അതായത് ഇപ്പോ ഒരു എന്താ പറയാ ഒരു ഡ്യൂട്ടി കോട്ടണിൽ വരുന്ന ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് 5% അഡ്വലോറം അല്ലെങ്കിൽ
3000 per ton ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒന്നില്ലെങ്കിൽ 5% അഡ്വലോറം റേറ്റ് വരുന്നത്, അല്ലെങ്കിൽ 3000 ആണ് എന്ത് വരുന്നത്, സ്പെസിഫിക് ഡ്യൂട്ടി വരുന്നത്. അതായത് രണ്ടും കൂടി. ഓക്കെ, അതാണ് മിക്സഡ് താരിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കോമ്പൗണ്ട് താരിഫ് എന്ന് പറയുമ്പോൾ, കോമ്പൗണ്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ കോമ്പൗണ്ട് താരിഫ് എന്ന് പറയുമ്പോൾ അഡ്വലോറമും അതേപോലെ തന്നെ സ്പെസിഫിക് താരിഫിന്റെയും കോമ്പിനേഷൻ ആണ്. ഓക്കെ, അതായത് ഇവിടെ താരിഫ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അഡ്വലോറം ഡ്യൂട്ടി, അതായത് ഇമ്പോർട്ട് ഗുഡിന്റെ ബേസിക് വാല്യൂലും അതേപോലെ തന്നെ എന്താ പറയാ സ്പെസിഫിക് ഡ്യൂട്ടി അല്ലെ, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ ഒരു യൂണിറ്റിനെ മെഷർ ചെയ്യുന്നു അല്ലെ, അതായത് സ്പെസിഫിക് ഡ്യൂട്ടി. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കോമ്പൗണ്ട് ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്നത്. It is generally calculated adding up a specific duty to ad valorem duty. അതായത് ഇവിടെ ജനറലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ഡ്യൂട്ടിയോട് കൂടിയിട്ട് അഡ് വലോറം ഡ്യൂട്ടിയും കൂടി എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് an import with quantity Q and price P, a compound tariff collect a revenue equal to TSQ plus TA PQ. അതില് TS is the specific tariff and TA is the ad valorem tariff. For example, duty on cheese at 5% ad valorem plus 100 plus kilogram per kilogram. അതായത് ഇപ്പോ ഇവിടെ എക്സാമ്പിൾ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചീസിന് 5% അഡ് വലോറവും പ്ലസ് 100 രൂപ പെർ കിലോഗ്രാമിനും ഈടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കോമ്പൗണ്ട് ഡ്യൂട്ടി ആയിട്ട് പറയാം. ഇനി ടെക്നിക്കൽ ആൻഡ് അതർ താരിഫ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് കണ്ടന്റിന്റെ, അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ സ്പെസിഫിക് കണ്ടന്റിനനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന താരിഫാണ് ടെക്നിക്കൽ അല്ലെങ്കിൽ അതർ താരിഫ് എന്ന് പറയുന്നത്. അതായത് കമ്പോണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ rupees 30,000 on each solar panel plus 50 per kg on the battery. അതായത് ഒരു 3000 രൂപ ഒരു സോളാർ പാനലിന് വരുന്നു എങ്കിൽ അതിന്റെ കൂടെ 50 per kg ഒരു ബാറ്ററിക്കും എന്ത് ചെയ്യുന്നു, ഈടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ടെക്നിക്കൽ ആൻഡ് അതർ താരിഫിലാണ് ഉൾപ്പെടുത്തുന്നത്. ദെൻ അടുത്ത് താരിഫ് റേറ്റ് കോട്ടാസ്. താരിഫ് റേറ്റ് കോട്ടാസ് എന്ന് പറയുമ്പോൾ താരിഫ് റേറ്റ് കോട്ടാസ് കമ്പൈൻഡ് two policy instruments, quotas and tariff import entering under the specified quota portion are usually subject to a lower. അതായത് ഇവിടെ താരിഫ് കോട്ട എന്ന് പറയുന്നത് എന്താണ്, രണ്ട് പോളിസി ഇൻസ്ട്രുമെന്റ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. കോട്ടയും അതേപോലെ തന്നെ താരിഫ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ വളരെ ലോ ആയിട്ടും, താരിഫ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ലോ ആയിട്ട്, ചില സമയത്ത് സീറോയും വളരെ താരിഫ് റേറ്റ് വളരെയധികം കുറച്ചുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ട് അബവ് ക്വാണ്ടിറ്റേറ്റീവ് ത്രെഷോൾഡ് ഓഫ് ദ ക്വാട്ട ഫേസ് മച്ച് ഹയർ താരിഫ്. ഇനി ചിലപ്പോ ക്വാണ്ടിറ്റേറ്റീവിന് അനുസരിച്ചിട്ട് ചിലപ്പോ എന്ത് ചെയ്യാറുണ്ട്, ഹയർ താരിഫും എന്ത് ചെയ്യാറുണ്ട്, ഹയർ താരിഫ് കോട്ടയും എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ദെൻ അടുത്തത് മോസ്റ്റ് ഫേവേർഡ് നാഷൻ താരിഫ്, MFN എന്നാണ് പറയുന്നത്. MFN താരിഫ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് താരിഫ് ആണ്. The country promised to impose on import from other members of the WTO. WTO മെമ്പേഴ്സ് അല്ലാത്തവർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്മേൽ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ പ്രോമിസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, മോസ്റ്റ് ഫേവേർഡ് നാഷൻ താരിഫ് എന്ന് പറയുന്നത്. അൺലെസ് ദ കൺട്രി ഈസ് എ പാർട്ട് ഓഫ് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ്. ഇനി അഥവാ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റിന്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഇൻ പ്രാക്ടീസ് MFN റേറ്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ WTO മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. എന്നാൽ ചില കൺട്രീസിൽ എന്ത് ചെയ്യും, ഹയർ താരിഫ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതായത് WTOന്റെ പാർട്ട് അല്ലാത്ത രാജ്യങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഹയർ താരിഫും എന്ത് ചെയ്യാറുണ്ട്, ഈടാക്കാറുണ്ട്.
ദെൻ അടുത്തത് വേരിയബിൾ ടാരിഫ് ആണ്. വേരിയബിൾ ടാരിഫ് എന്ന് പറയുമ്പോൾ ഒരു എ ഡ്യൂട്ടി ടിപ്പിക്കലി ഫിക്സഡ് ടു ബ്രിങ് ദ പ്രൈസ് ഓഫ് ആൻ ഇമ്പോർട്ടഡ് കമ്മോഡിറ്റി അപ്പ് ടു ലെവൽ ഓഫ് ദ ഡൊമസ്റ്റിക് സപ്പോർട്ട് പ്രൈസ് ഫോർ ദി കമ്മോഡിറ്റി. അതായത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് സപ്പോർട്ടും അതേപോലെ തന്നെ ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രൈസും എങ്ങനെയാണ് ടിപ്പിക്കലി ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാ വേരിയബിൾ ടാരിഫ് എന്ന് പറയാവുന്നതാണ്. അതായത് ഫിക്സഡ് ടു ബ്രിങ് ദ പ്രൈസ് ഓഫ് ആൻ ഇമ്പോർട്ടഡ് കമ്മോഡിറ്റി അപ് ടു ദ ലെവൽ ഓഫ് അല്ലെ ഒരു ഡൊമസ്റ്റിക് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടഡ് കമ്മോഡിറ്റിയുടെ പ്രൈസും തമ്മിലുള്ള ലെവൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ടിപ്പിക്കലി ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതാണ് പറയണത്. ദെൻ അടുത്തത് പ്രിഫറൻഷ്യൽ ടാരിഫ് ആണ്. പ്രിഫറൻഷ്യൽ ടാരിഫ് എന്ന് പറയുമ്പോൾ നിയർലി എല്ലാ രാജ്യങ്ങളും എന്താണ് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് അല്ലെ. അതായത് എല്ലാ രാജ്യങ്ങളും ലോവർ താരിഫില് പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കാം എന്നുള്ളതാണ് പ്രോമിസ് ചെയ്യുന്നത് MFN റേറ്റിൽ. ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആണെന്നാ പറയണത്. അതായത് ഒരു ലോവർ താരിഫാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് എങ്കിൽ ഫ്രം ഗുഡ്സ് ഇമ്പോർട്ട്, അതായത് ഒരു രാജ്യത്ത് നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഗുഡ്സിന് ലോവർ താരിഫാണ് നമ്മൾ ഈടാക്കുന്നത് എങ്കിൽ വിച്ച് ഈസ് ഗിവൺ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ്, അതിന് എന്ത് ചെയ്യും ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കും. അതായത് പ്രിഫറൻഷ്യൽ ഡ്യൂട്ടീസ് ഇൻ EU റീജിയൻ അണ്ടർ വിച്ച് എ ഗുഡ് കമ്മിങ് ഫ്രം വൺ EU കൺട്രി ടു അനദർ ചാർജ്ഡ് സീറോ താരിഫ് റേറ്റ്. അതായത് ഒരു EU കൺട്രിയിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് ഒരു EU റീജിയണിൽ തന്നെയാണ് വരുന്നത് എങ്കിൽ അവിടെ പ്രിഫറൻഷ്യൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്താണ് സീറോ താരിഫ് റേറ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ഇനി നോർത്ത് അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ് കാനഡ, മെക്സിക്കോ, USA അല്ലെ, അതേപോലെ തന്നെ പ്രിഫറൻഷ്യൽ താരിഫ് അങ്ങനെയുള്ള അതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു താരിഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതില് ഇപ്പോ EU പോലെയുള്ള റീജിയണില് അല്ലെങ്കിൽ EU കൺട്രിയിൽ നിന്നും മറ്റൊരു യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ സീറോ താരിഫ് റേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് പ്രകാരം കാനഡയോ അല്ലെങ്കിൽ മെക്സിക്കോയോ അല്ലെങ്കിൽ USAയോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്കും പ്രിഫറൻഷ്യൽ താരിഫ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും എസെൻഷ്യലി എല്ലാ പ്രൊഡക്റ്റിനും കൊടുക്കുന്നത്. അതായത് കൺട്രീസ് എസ്പെഷ്യലി അഫ്ലുവന്റ് ഓൺ ആൾസോ ഗ്രാൻഡ് യൂണിലാറ്ററൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ടു സെലക്ട് ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഫ്രം സ്പെസിഫൈഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് ചില ഡെവലപ്പിംഗ് കൺട്രീസിൽ മാത്രമാണ് അല്ലെങ്കിൽ ഈ സെലക്ടഡ് ലിസ്റ്റുകൾക്ക് മാത്രമാണ് ഈ ഒരു യൂണിലാറ്ററൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം തന്നെയാണ്, അത് എല്ലാ കൺട്രിയിലും നിലനിൽക്കുകയും ചെയ്യും. ദെൻ ബൗണ്ട് താരിഫ് എന്ന് പറയുന്നത്, ബൗണ്ട് താരിഫ് എന്ന് പറയുമ്പോൾ WTO മെമ്പർ ആണ്, അതേപോലെ തന്നെ ഇറ്റ്സെൽഫ് എ ലീഗൽ കമ്മിറ്റ്മെന്റ് നോട്ട് ടു റൈസ് താരിഫ് റേറ്റ് അബവ് എ സർട്ടൈൻ ലെവൽ. അതായത് ഇപ്പോ നമുക്കറിയാം ഒരു WTO മെമ്പർ ആണ്, അതേപോലെ തന്നെ ഒരു ലീഗൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ താരിഫ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു സർട്ടൈൻ ലെവലില് കാണിക്കുന്നുണ്ട്. ബൈ ബൈൻഡിങ് എ താരിഫ് റേറ്റ് ഓഫൺ ഡ്യൂറിങ് നെഗോഷിയേഷൻസ്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാം WTO മെമ്പർ ആണ് എന്നുള്ളതും അതേപോലെ തന്നെ ഒരു ലീഗൽ കമ്മിറ്റ്മെന്റ് ഈ ഒരു താരിഫിന് ഒരു സർട്ടൈൻ ലെവൽ വരെ ഉണ്ടാവില്ല എന്നുള്ളതും, അതേപോലെ തന്നെ ബൈൻഡിങ് താരിഫ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ചില മെമ്പേഴ്സ് അഗ്രി ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു സെറ്റ് ഓഫ് താരിഫ് അല്ലെങ്കിൽ ഒരു സർട്ടൈൻ ലെവൽ വരെ ഒരു താരിഫ് ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്കോ അല്ലെങ്കിൽ അതിന് താഴേക്കോ ഒക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ബൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് വരുന്നത്. അപ്പോ
ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ മാക്സിമം ലെവൽ ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടിയിലോ ഏർപ്പെടുത്തുന്നതാണ് ഏത് ഈ ബൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. എ മെമ്പർ ആൾവേസ് ഫ്രീ ടു ഇമ്പോസ് എ താരിഫ് ദാറ്റ് ഈസ് ലോവർ ദാൻ ദ ബൗണ്ട് ലെവൽ, അല്ലെ? ബൗണ്ട് ലെവലിന് താഴെയുള്ള ഒരു താരിഫ് ഇമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു മെമ്പറിന് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. ബട്ട് ബിക്കം പെർമനന്റ് ആൻഡ് മെമ്പർ ക്യാൻ ഇൻക്രീസ് ദ level after negotiation with the trading partners and compensating them for possible losses of trade. അതായത് ഇപ്പൊ നമുക്കറിയാം പോസിബിൾ ലോസസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബൗണ്ട് താരിഫ് എൻഷുവേഴ്സ് ട്രാൻസ്പെറൻസി ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി. അതായത് ഒരു താരിഫ് എന്ന് പറയുന്നത് വളരെ എങ്ങനെയാണ്, ട്രാൻസ്പെറൻസിയുമാണ്, അതേപോലെ തന്നെ പ്രെഡിക്റ്റബിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. എന്നാൽ അപ്ലൈഡ് താരിഫ് എന്ന് പറയുമ്പോൾ അപ്ലൈഡ് താരിഫ് എന്ന് പറയുന്നതും ഒരു എന്താണ്, ഒരു ഡ്യൂട്ടിയാണ്. അത് ആക്ച്വലി ചാർജ് ചെയ്യുന്നത് മോസ്റ്റ് ഫേവേർഡ് നാഷൻസിന്റെ ബേസിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഒരു WTO മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈഡ് താരിഫ് ഫോർ പ്രൊഡക്റ്റ് ഡിഫർ ഫ്രം ദി ബൗണ്ട് താരിഫ്. അതേപോലെ തന്നെ WTO മെമ്പറിനാണ് ഈ ഒരു താരിഫ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ബൗണ്ട് താരിഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോ ആസ് ലോങ് ആസ് ദ അപ്ലൈഡ് ലെവൽ ഈസ് നോട്ട് ഹയർ ദാൻ ദ ബൗണ്ട് ലെവൽ, ബൗണ്ട് ലെവലിനെക്കാട്ടിലും എന്താ പറയാ കൂടുതലായിട്ട് ഹയറിലുള്ള ഒരു അപ്ലൈഡ് ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, താരിഫ് ഏർപ്പെടുത്താനും പറ്റില്ല എന്നുള്ളതാണ്. ദെൻ എസ്കലേറ്റഡ് താരിഫ്. എസ്കലേറ്റഡ് താരിഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നോമിനൽ താരിഫ് റേറ്റ് ആണ്. അതായത് എന്താ പറയാ, ഒരു നോമിനൽ താരിഫ് റേറ്റ് ആണ്. അതായത് റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്മേലൊക്കെ ഏർപ്പെടുത്തുന്നതാണ് നോമിനൽ താരിഫ് റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോമിനൽ താരിഫ് റേറ്റ് ഓൺ ഇമ്പോർട്ട് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ് ആർ ഹയർ ദാൻ ദ നോമിനൽ താരിഫ് റേറ്റ് ഓൺ ഇന്റർമീഡിയറ്റ് ഇൻപുട്ട് ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിനും ഇന്റർമീഡിയറ്റ് ഇൻപുട്ടിന്മേലും ഈടാക്കുന്ന നോമിനൽ താരിഫ് റേറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചർഡ് ഗുഡ്സിന് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് product tariff on a product increases as that product moves through the value added chain. അതായത് ഒരു വാല്യൂ ആഡഡ് ചെയിൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എ 4% താരിഫ് ഓൺ അയൺ ഓർ അയൺ ഇൻകോട്ട്സ് ആൻഡ് 12% താരിഫ് ഓൺ സ്റ്റീൽ പൈപ്സ്. അതായത് 4% താരിഫ് അയേണിനും അയൺ ഓറിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈടാക്കുന്നുണ്ട്. എന്നാൽ അയൺ ഇൻകോട്ട്സ് ആൻഡ് 12% താരിഫാണ് സ്റ്റീൽ പൈപ്സുകൾക്ക് എന്ത് ചെയ്യുന്നത്, നേടുന്നത്. അപ്പൊ അതാണത് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. ഇനി പ്രൊഹിബിറ്റീവ് താരിഫ് എന്ന് പറയുമ്പോൾ എന്താണ്, വൺ താരിഫ് ഈസ് വൺ ദാറ്റ് ഈസ് സെറ്റ് സോ ഹൈ ദാറ്റ് നോ ഇമ്പോർട്ട് ക്യാൻ എൻറ്റർ. അതായത് ഒരു ഇമ്പോർട്ടും എൻറ്റർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രൊഹിബിറ്റ്സ് അതിനെക്കാട്ടിലും ഒരു ഹൈ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് പ്രൊഹിബിറ്റീവ് താരിഫായിട്ട് കണക്കാക്കുന്നു. ഇമ്പോർട്ട് സബ്സിഡീസ് എന്ന് പറയുമ്പോൾ ചില രാജ്യങ്ങളിൽ മാത്രമാണ് ഇമ്പോർട്ട് സബ്സിഡീസ് നിലനിൽക്കുന്നത്. എല്ലാ ഇമ്പോർട്ട് സബ്സിഡി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഗുഡിന്റെ ഒരു പെർസെന്റേജ് വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ട് സബ്സിഡി ആയിട്ട് ചില സമയത്ത് കൊടുക്കുന്നത്. ദെൻ താരിഫ് ആസ് റെസ്പോണ്ട് ടു ട്രേഡ് ഡിസോർട്ടോഷൻസ്. അതായത് ഇവിടെ ചില രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അൺഫെയർ ആയിട്ടുള്ള ഫോറിൻ ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അപ്പൊ അത് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ നേച്ചറിനെയും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഫേംസിന്റെ താല്പര്യങ്ങളെയും ഒക്കെ അഡ്വേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. അപ്പൊ ഇത് അഫക്റ്റഡ് importing countries upon confirmation of the dissolution. ഇങ്ങനെയുള്ള ഡിസോർഷനും അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ്, ഇമ്പോർട്ടിംഗ് കൺട്രീസിനെ അത് വളരെയധികം എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും.
ഓക്കെ, അപ്പൊ അത് എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ക്വിക്ലി ബൈ മെഷേഴ്സ് ഇൻ ദ ഫോം ഓഫ് താരിഫ് റെസ്പോൺസ് ഓഫ്സെറ്റ് ഡിസോഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഡിസോഷനിൽ എന്ത് ചെയ്യും, ആ താരിഫ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ക്വിക്ലി റെസ്പോണ്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രൈസ് എന്ന് പറയുന്ന പ്രൈസ് മെക്കാനിസംസ് എന്ന് പറയുമ്പോൾ അവിടെ ട്രിഗർ പ്രൈസ് മെക്കാനിസം ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പോളിസി ഓഫർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില താരിഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഫോറിൻ ഡംപിംഗ് എക്സ്പോർട്ട് സബ്സിഡിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിലേറ്റഡ് ആവുന്നുണ്ട്. ദെൻ ആന്റി ഡംപിംഗ് ഡ്യൂട്ടീസ്. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഗവൺമെന്റ് ഫോറിൻ ഇമ്പോർട്ടുകൾക്ക് ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോസ് ചെയ്യുന്ന താരിഫാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റ് വാല്യൂ, ഒരു ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ താഴെയുള്ള ഒരു പ്രൈസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈടാക്കുന്നത്. ഡംപിംഗ് ഒക്കേഴ്സ് വെൻ manufacturers sell good in foreign country below the sales price in the domestic market. Domestic price അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ സെയിൽസ് പ്രൈസിനേക്കാൾ താഴെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോറിൻ കൺട്രി എന്ത് ചെയ്യുന്നത്, ഗുഡ് സെല് ചെയ്യുന്നത്. ഓക്കെ, ഓർ ബിലോ ദെയർ ഫുൾ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ചിലപ്പോ എന്താണ്, ഫുൾ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാളും താഴെയോ ആയിരിക്കും. അപ്പൊ ഡംപിംഗ് മേ ബി പെർസിസ്റ്റന്റ് സീസണൽ. ഈ ഡംപിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല, ചിലപ്പോൾ സീസണൽ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്, അതായത് സൈക്ലിക്കൽ ആയിട്ടാണ്. അതായത് ഡംപിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രിഡേറ്ററി പ്രൈസിങ് പ്രാക്ടീസ് ആണ് കാണുന്നത്. അത് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനും അതേപോലെ തന്നെ എന്താ പറയാ, ഒരു മോണോപ്പൊളി പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അതേപോലെ തന്നെ ഡംപിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഓക്കെ, അതായത് ഡംപിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു അൺഫെയർ പ്രാക്ടീസസ് ആണ്, കാരണം ഡിസ്ക്രിമിനേറ്റിംഗ് പ്രൈസ് പോളിസിയാണ് അവിടെ കാണിക്കുന്നത്. ദെൻ അടുത്തത് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ്. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയാ, താരിഫ് എന്ന് പറയുന്നത് എയിം ചെയ്യുന്നത് എന്താണ്, ആർട്ടിഫിഷ്യലി ലോ പ്രൈസ് ചാർജ് ചെയ്യുക എക്സ്പോർട്ടേഴ്സിനും. അതേപോലെ തന്നെ എക്സ്പോർട്ട് സബ്സിഡീസ് എന്ന് പറയുന്നത് ലോ പ്രൈസ് ചാർജ് ചെയ്യുന്നു. ടാക്സ് കൺസേൺസ് ഓഫേർഡ് ബൈ ദ ഗവൺമെന്റ് ഇൻ ഹോം കൺട്രിയിൽ. എന്നാൽ ഫോറിനിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആവുമ്പോൾ അവിടെ ഗവൺമെന്റ് സബ്സിഡി എന്ന് പറയുന്നത് അലോ ചെയ്യുന്നു. എക്സ്പോർട്ട് എന്ന് പറയുന്നതും സബ്സിഡി എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രീ ട്രേഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, എന്താ പറയാ, ഇവിടെ കാണിക്കുന്നത്. അപ്പോ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നതും എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ആർട്ടിഫിഷ്യലി ലോ പ്രൈസ് എക്സ്പോർട്ടിങ്ങിൽ ലോ പ്രൈസ് ചാർജ് ചെയ്യുന്നു എന്നുള്ളത് എക്സ്പോർട്ട് സബ്സിഡിയിൽ അല്ലെങ്കിൽ എക്സ്പോർട്ട് ലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആർട്ടിഫിഷ്യലി ഒരു ലോ പ്രൈസ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് തരത്തിലുള്ള താരിഫുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി താരിഫിന്റെ എഫക്ട് ഓഫ് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എഫക്ട് ഓഫ് താരിഫ്, അതിൽ ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. താരിഫ് ലിവീൽഡ് ഓൺ, ഇപ്പൊ താരിഫിന്റെ എഫക്ട്സുകളാണ് നമ്മൾ ഇതിൽ പറയണത്. ഒന്നാമത്തത്, താരിഫ് ബാരിയേഴ്സ് ക്രിയേറ്റ് ഒബ്സ്റ്റക്കിൾ ടു ട്രേഡ്, ഡിക്രീസിംഗ് വോളിയം ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അതായത് താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ട്രേഡിന് വളരെയധികം അത് ബാധിക്കുന്നുണ്ട്. കാരണം ഇമ്പോർട്ടിന്റെയും എക്സ്പോർട്ടിന്റെയും വോളിയം ഡിക്രീസ് ചെയ്യുന്നതിനും ഇന്റർനാഷണൽ ട്രേഡ് ഡിക്രീസ് ചെയ്യുന്നതിനും ഒക്കെ ഈ ഒരു താരിഫ് എന്ന് പറയുന്ന ഈ ഒരു ബാരിയേഴ്സ് വളരെയധികം കാരണമാവുന്നുള്ളതാണ് ഒന്നാമത്തെ എഫക്റ്റിൽ പറയണത്. രണ്ടാമതായിട്ട് പറയണത്, ഇമ്പോർട്ട് അങ്ങനെ ഈ താരിഫ് കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് ഗുഡ്സിന് മോർ എക്സ്പെൻസീവ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ താരിഫ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എന്താ പറയാ, ഫോറിൻ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു, ഡിസ്കറേജ് ചെയ്യുന്നതിന് കാരണമാവുന്നു എന്നുള്ളതാണ്. ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എപ്പോഴും എന്ത് ചെയ്യും, കൺസ്യൂമർ സർപ്ലസ് നിന്ന് ലോസും ഒക്കെ എന്ത് ചെയ്യും, സംഭവിക്കാൻ എന്ത് ചെയ്യുന്നത്, ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അതായത് ഫ്രീ ട്രേഡ് ക്വാണ്ടിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് എന്താണ്, വലിയൊരു പ്രൈസും ഒക്കെ ഈടാവാനുള്ള കാരണമാവും എന്നുള്ളത് പറയാണ്.
അതേപോലെ തന്നെ ടാരിഫ് എൻകറേജ് കൺസംഷൻ പ്രൊഡക്ഷൻ ഓഫ് ദ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് പ്രൊഡക്റ്റ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ടാരിഫ് എപ്പോഴും എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിലെ പ്രൊട്ടക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സും ഇതിന്റെ പ്രൊഡക്ഷനും കൺസംഷനും ഒക്കെ എൻകറേജ് ചെയ്യുന്നത് ടാരിഫാണ്. അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഇമ്പോർട്ടിംഗ് കൺട്രി എക്സ്പീരിയൻസസ് ആൻഡ് ഇൻക്രീസ് ഇൻ വെൽബീയിങ് ആസ് എ റിസൾട്ട് ഓഫ് ഇമ്പോസിഷൻ ഓഫ് ടാരിഫ്. ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ കൺട്രി എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ വലിയൊരു റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ വില കൂടുകയാണ്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കൂടും. The domestic market increases producer surplus in the industry. ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഡൊമസ്റ്റിക് മാർക്കറ്റിലെ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഹയർ എന്താണ് ഫ്രീ ട്രേഡ് ഇത് പ്രകാരം ഫോറിൻ ട്രേഡ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അവിടെ കുറയും. അവിടെ എന്താ പറയാ കോമ്പറ്റീഷനിൽ ഹയർ പ്രൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈടാക്കുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നത് the price increases also increase the output of existing firm and possibly new firm due to entry into the industry and take advantage of the new high profit and consequently an increase employment in the industry. അതായത് പ്രൈസ് വർദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ ഔട്ട്പുട്ടും എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. അത് നിലനിൽക്കുന്ന ഫേമുകളുടെ ഔട്ട്പുട്ട് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പുതിയൊരു ഫേമുകൾ കടന്നു വരാനും ഇൻഡസ്ട്രിയിൽ അതൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനും അവർക്ക് അതൊരു ന്യൂ ഹൈ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും, സഹായിക്കുന്നു എന്നുള്ളതാണ് പറയണത്. ദെൻ അതേപോലെ തന്നെ ടാരിഫ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ട്രേഡ് ഡിസോർഷൻസ് ആണ്. കാരണം കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും അതേപോലെ തന്നെ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രേഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതേസമയം ടാരിഫ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനെ ഡിസ്കറേജ് ചെയ്യുകയും റെസ്റ്റ് ഓഫ് ദ വേൾഡിലെ ഇൻഎഫിഷ്യന്റ് പ്രൊഡക്ഷൻ ഹോം കൺട്രിയിലെ ഇൻഎഫിഷ്യന്റ് പ്രൊഡക്ഷൻ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് പറയുന്നു. ദെൻ അടുത്തത് ടാരിഫ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ റവന്യൂ വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ഇമ്പോർട്ടിംഗ് കൺട്രി ബൈ ദ വാല്യൂ ഓഫ് ദ ടോട്ടൽ ടാരിഫിക് ചാർജസ്. അതായത് ടോട്ടൽ ടാരിഫ് നമ്മൾ ഒരു കൺട്രി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഗുഡിൽ ചാർജ് ചെയ്യുന്നു പറയുമ്പോൾ ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് അത് കാരണമാകുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് നോൺ ടാരിഫ് ഇഫക്റ്റ് മെഷേഴ്സ് എന്തൊക്കെയാണ്. നോൺ ടാരിഫ് മെഷേഴ്സ് അതായത് NTMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ താരിഫിനെ കുറിച്ച് പറഞ്ഞു. താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിലി നമുക്കറിയാം എന്താണ്, ബാരിയേഴ്സ് ടു ട്രേഡ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അത് ബാരിയേഴ്സ് ടു ട്രേഡ് മാത്രമല്ല, ഒരു ഇമ്പോർട്ടന്റ് മെക്കാനിസത്തിന്റെ പ്രൈസ് വർദ്ധിക്കുന്നതിനും അത് എഫക്റ്റീവ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ നോൺ ടാരിഫ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് കൺവെൻഷണൽ ടാരിഫ് ബാരിയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് ഹിഡൻ ഓർ ഇൻവിസിബിൾ മെഷേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. അതായത് നോൺ ടാരിഫ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ പോളിസി മെഷർ ആണ്. അതായത് ഓർഡിനറി കസ്റ്റംസ് ടാരിഫ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കുന്നത്. അതായത് ഇപ്പോ നമുക്കറിയാം നോൺ ടാരിഫ് മെഷേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പിലുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിലുള്ള എല്ലാ എന്താ പറയാ കണ്ടീഷൻസിലെയും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ പോളിസികളും റെഗുലേഷൻസും അതേപോലെ തന്നെ ട്രേഡ് റെസ്ട്രിക്റ്റ് ഒന്നുമൊക്കെ പറയണത് ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതേപോലെ തന്നെ NTMS കൺസിസ്റ്റ് ഓഫ് മാൻഡേറ്ററി റിക്വയർമെന്റ്സ് റൂൾസ് ഓർ റെഗുലേഷൻസ് ലീഗലി സെറ്റ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ദ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ഓർ ട്രാൻസിറ്റ് കൺട്രി. ഒരു രാജ്യത്തിലെ ട്രാൻസിറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് അല്ലെ ഗവൺമെന്റ് അത് ലീഗലി എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നോൺ ടാരിഫ് മെഷേഴ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. Then NTM എന്ന് പറയുമ്പോൾ നോൺ ടാരിഫ് മെഷേഴ്സ് ആർ നോട്ട് ദ സെയിം ഓഫ് നോൺ ടാരിഫ് ബാരിയേഴ്സ്.
നോൺ താരിഫ് മെഷേഴ്സും നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നതും ഒരിക്കലും എന്തല്ല, സെയിം അല്ല. ഓക്കെ. എന്നാൽ NTMS എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ എങ്ങനെയാണ്, സെക്കുമെന്റ് ആണ്. അതായത് ഫ്രീ ട്രേഡ് റൂൾസും അതേപോലെ തന്നെ ഫേവർ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഫോറിൻ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പെൻസും എന്താണ്, കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഈ ഒരു കേസിലെ നോൺ താരിഫ് ബാരിയേഴ്സ് കേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ക്രിമിനേറ്ററി നോൺ താരിഫ് മെഷേഴ്സ് ആണ് ഇമ്പോസ് ചെയ്യുന്നത് ഗവൺമെന്റ് ഫേവർ ഡൊമസ്റ്റിക് ഓവർ ഫോറിൻ സപ്ലൈസ്. ഫോറിൻ സപ്ലൈസിന്റെ മേല് ഡൊമസ്റ്റിക് ഫേവർ ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നതാണ് നോൺ താരിഫ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ നമുക്കറിയാം രണ്ടാണെങ്കിലും ഡിസ്ക്രിമിനേറ്ററി ഇന്റന്റ് ആണ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. എന്നാൽ WTO അഗ്രിമെന്റ് പ്രകാരം NTMS എന്ന് പറയുന്നത് അലോ ചെയ്യുന്നത് എന്താണ്, ചില സർക്കംസ്റ്റാൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ് അഗ്രിമെന്റും സാനിറ്ററി ആൻഡ് പൈറ്റോ സാനിറ്ററി മെഷേഴ്സ് അഗ്രിമെന്റ് ബോത്ത് നെഗോഷിയേറ്റഡ് ടു ദി ഉറുഗേ റൗണ്ട്. ഉറുഗേ റൗണ്ടിലാണ് ഈ ഒരു അഗ്രിമെന്റ് വരുന്നത്. അതായത് TBTയും SPS-ഉം. ചില സമയത്ത് നമുക്കറിയാം ഫ്രീ ട്രേഡ് റൂൾസ് എന്ന് പറയുന്നത് വളരെയധികം ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് വളരെയധികം ഫേവറബിൾ ആയിരിക്കും. കോമ്പറ്റീഷൻ എക്സ്പെൻസിനെക്കാട്ടിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോ ഈ ഒരു ഇതിനെ നമുക്ക് എന്താണ്, നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. കാരണം ചില സമയങ്ങളിൽ എന്താണ്, ഇത് തമ്മിൽ രണ്ടും എന്താണ്, വ്യത്യാസം ഉണ്ടായിരിക്കും. ടെക്നിക്കൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് NTMSനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഡിസൈനിന്റെ അടിസ്ഥാനത്തിലാണ്. ടെക്നിക്കൽ മെഷേഴ്സ് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ മെഷേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ടെക്നിക്കൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്പെസിഫിക് പ്രോപ്പർട്ടീസിന്റെ മേലില് സ്പെസിഫിക് പ്രോപ്പർട്ടീസ് പ്രൊഡക്റ്റിന്റെ മേലില് പറയുന്നതാണ് ടെക്നിക്കൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. അതായത് അത് ഒരു പ്രൊഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ടെക്നിക്കൽ സ്പെഷ്യലൈസേഷൻ, പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതിന്റെ മേലെയുള്ളതാണ് ടെക്നിക്കൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഈ മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഫുഡ് സേഫ്റ്റി, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, നാഷണൽ സെക്യൂരിറ്റി, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് അനിമൽ, പ്ലാന്റ് ഹെൽത്ത്, അങ്ങനെയുള്ളതിനൊക്കെയാണ് ബാധിക്കുന്നത്. നോൺ ടെക്നിക്കൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രേഡ് റിക്വയർമെന്റ്സ് ആണ്. അതായത് ഇപ്പൊ നമുക്കറിയാം ഷിപ്പിംഗ് റിക്വയർമെന്റ്, കസ്റ്റം ഫോർമാലിറ്റി, ട്രേഡ് റൂൾസുകള്, ടാക്സേഷൻ പോളിസികള്, അങ്ങനെയുള്ളതാണ് നോൺ ടെക്നിക്കൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. വീണ്ടും അതിനെ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നു. ഹാർഡ് മെഷർ എന്നും ത്രെട്ട് മെഷർ എന്നും അതർ മെഷർ എന്നും. ഹാർഡ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുന്ന മെഷറാണ്. ത്രെട്ട് മെഷർ പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഡംപിംഗ് ആൻഡ് സേഫ് ഗാർഡ് മെഷർ ചെയ്യുന്നതാണ്. അതർ മെഷർ പറഞ്ഞു കഴിഞ്ഞാല് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫർദർ മോർ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ട് റിലേറ്റഡ് മെഷേഴ്സും എക്സ്പോർട്ട് റിലേറ്റഡ് മെഷേഴ്സും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ദെൻ അടുത്തത് വരുന്നത് ടെക്നിക്കൽ മെഷേഴ്സ്. ടെക്നിക്കൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ്. അതായത് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്താ പറയാ, ഹ്യൂമൻസിനെയും അനിമൽ, പ്ലാനറ്റ് അല്ലെ, ലൈഫിലുള്ള എല്ലാ കാര്യത്തെയും, അതായത് എന്താ പറയാ, റിസ്ക് കൂടുതലായിട്ടുള്ള അഡിക്റ്റീവ്, പെസ്റ്റ്, കോണ്ടാമിനൻസ്, ടോക്സിൻസ്, ഡിസീസ് കോസിങ് ഓർഗാനിസം ആൻഡ് ടു പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ ലൈഫിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ജീവനുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്, സാനിറ്ററി ആൻഡ് എന്താ പറയാ പൈറ്റോ സാനിറ്ററി മെഷർ എന്ന് പറയുന്നത്. These include ban or prohibition of import certain goods. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ചില ഗുഡ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ എന്ത് ചെയ്യും, ബാൻ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ചെയ്യുകയോ വരാറുണ്ട്. അപ്പൊ എല്ലാ മെഷേഴ്സ് എന്ന് പറയുന്നതും ഗവൺമെന്റ് ക്വാളിറ്റിയും അതേപോലെ തന്നെ അതിന് ഹൈജീനിക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിക്വയർമെന്റ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ പ്രോസസ് എങ്ങനെ നല്ലതാണോ, അതിന്റെ കോംപ്ലയൻസ് അസസ്മെന്റ് നോക്കുന്നു അല്ലെ, എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം ആണോ എന്നുള്ളത് പ്രത്യേകം എന്ത് ചെയ്യുന്നു, നോക്കുന്നു. ദെൻ അടുത്തത് വരുന്നത് ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ് ആണ്. ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, നോൺ ഫുഡഡ് ട്രേഡ് പ്രൊഡക്റ്റുകൾക്കും അതേപോലെ തന്നെ
എന്താ പറയാ ഫുഡ് പ്രൊഡക്റ്റുകൾക്കും ഒക്കെ എന്താ പറയാ ഈടാക്കുന്നതാണ്. അതായത് അതിന്റെ സ്റ്റാൻഡേർഡ്സും ടെക്നിക്കൽ റെഗുലേഷൻസും ഒക്കെ, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയ അതിന്റെ സൈസ്, അതിന്റെ ഷേപ്പ്, അതിന്റെ ഡിസൈനിങ്, ലേബലിംഗ്, മാർക്കറ്റിംഗ്, പാക്കേജിങ്, ഫങ്ഷനിങ്, പെർഫോമൻസ്, പ്രൊഡക്ഷൻ മെത്തേഡ്, അല്ലെ, അങ്ങനെയുള്ള എല്ലാ മെഷേഴ്സും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ ഒരു ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് നോൺ ടെക്നിക്കൽ മെഷേഴ്സ് ആണ്. നോൺ ടെക്നിക്കൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇമ്പോർട്ട് കോട്ടാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ്. ഇമ്പോർട്ട് കോട്ട ഈസ് എ ഡയറക്റ്റ് റെസ്ട്രിക്ഷൻ വിത്ത് സ്പെസിഫൈസ് ദാറ്റ് ഓൺലി ഫിസിക്കൽ എമൗണ്ട് ഓഫ് ദ ഗുഡ് വിൽ അലൗഡ് ഇൻ ടു ദ കൺട്രി ഡ്യൂറിംഗ് ഗിവൺ ടൈം ഓഫ് പീരിയഡ്. അതായത് ഒരു ഗിവൺ പീരിയഡ് ഓഫ് ടൈമിൽ കൺട്രി അലോ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ഫിസിക്കൽ അമൗണ്ടിൽ ഈടാക്കുന്ന ഒരു എന്താ പറയാ ഡയറക്റ്റ് റെസ്ട്രിക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്പെസിഫൈ ആയിട്ടുള്ള ഈടാക്കുന്ന ഒന്നാണ് ഇമ്പോർട്ട് കോട്ട എന്ന് പറയുന്നത്. അത് യൂഷ്വലി 1 ഇയറിലൊക്കെ ആയിരിക്കും. ഇമ്പോർട്ട് കോട്ട എന്ന് പറയുമ്പോൾ സെറ്റ് ചെയ്യുന്നത് ഫ്രീ ട്രേഡ് ലെവൽ ഓഫ് ഇമ്പോർട്ടിന്റെയും അതേപോലെ തന്നെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ട് കോട്ടാസ് ഈടാക്കുന്നത്. ദെൻ ഇമ്പോർട്ട് കോട്ടാസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. അബ്സല്യൂട്ട് കോട്ട എന്നും ടാരിഫ് റേറ്റ് കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നു. ദെൻ അബ്സല്യൂട്ട് കോട്ട എന്ന് പറയുമ്പോൾ ഒരു പെർമനന്റ് നേച്ചർ ലിമിറ്റ് ആണ്. അതായത് ഒരു ഇമ്പോർട്ട് ക്വാണ്ടിറ്റിയിൽ ഒരു പെർമനന്റ് നേച്ചർ ലിമിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഓക്കെ, അതൊരു സ്പെസിഫൈഡ് ലെവല് വരെയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ പറയാ ഒരു ഇയറിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടേം എന്ത് ചെയ്യുന്നത്, ഈടാക്കുന്നത്. ദെൻ അതേപോലെ തന്നെ വിത്ത് എ കോട്ട ഗവൺമെന്റ് ഓഫ് കോഴ്സ് റിസീവ് നോ റവന്യൂ. അപ്പൊ ഈ കോട്ടയുടെ ബേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ഒരു റവന്യൂ എന്ന് പറയുന്നത് ഗവൺമെന്റിന് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. പ്രോഫിറ്റ് റിസീവ് ചെയ്യുന്നത് ആർക്കാണ്, ഹോൾഡേഴ്സിനാണ്, അല്ലെ. അതായത് ഇമ്പോർട്ട് ലൈസൻസ് ആരാണോ കൊടുക്കുന്നത്, അല്ലെ, ഈ കോട്ട റെന്റ് എന്ന് പറയുന്ന പേരിലും എന്ത് ചെയ്യുന്നു, ഇത് അറിയപ്പെടുന്നു. ഈ താരിഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഇന്റർഫിയർ ചെയ്യുന്നത് എന്താണ്, ഇമ്പോർട്ട് ഗുഡ്സിന്റെയും, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഇമ്പോർട്ട് ഗുഡ്സിനെ ചാർജ് ചെയ്യുമ്പോൾ അത് പ്രൈസ് ഒക്കെ കൂടാൻ എന്ത് ചെയ്യും, കാരണമാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് ആണ് വരുന്നത്. പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അഡീഷണൽ ടാക്സുകള്, അതേപോലെ തന്നെ ഒരു എന്താ പറയാ ഇമ്പോർട്ട് ഗുഡ്സിന്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും എടുക്കുന്ന സ്റ്റെപ്പാണ് പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് എന്ത് ചെയ്യുന്നു, എന്താ പറയാ ചില പ്രൊഡക്റ്റുകള് ഡൊമസ്റ്റിക് പ്രൈസ് എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യാനും എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് പാരാ താരിഫ് എന്ന് പറയുന്നത്, പാരാ താരിഫ് മെഷേഴ്സ് എന്ന് പറയുന്നത്. അതായത് താരിഫ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇമ്പോർട്ടിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫിക്സഡ് എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് പെർസെന്റേജ് അല്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ഒരു മിനിമം ഇമ്പോർട്ട് പ്രൈസ് എന്ത് ചെയ്തിരിക്കും, അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് നോൺ ഓട്ടോമാറ്റിക് ലൈസൻസിങ് ആൻഡ് പ്രൊഹിബിഷൻസ്. അതായത് ഈ ഒരു മെഷർ എന്ന് പറയുന്നത് എയിം ചെയ്യുന്നത് ഇമ്പോർട്ട് ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എത്ര വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതല്ല, ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ അതിന്റെ ഭാഗമായിട്ട് പർട്ടിക്കുലർ സപ്ലയറിന് എത്ര അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ മെഷേഴ്സ് എന്ന് പറയുന്നത് നോൺ ഓട്ടോമാറ്റിക് ലൈസൻസും അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രൊഹിബിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. കാരണം ടെക്സ്റ്റൈൽസ് ആവുമ്പോൾ നമുക്കറിയാം എന്താ പറയാ ഡിസ്ക്രിഷണറി ലൈസൻസ് ആണ് ഇമ്പോർട്ടിംഗ് കൺട്രിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഇന്ത്യ എന്ത് ചെയ്യും, ഈ ഒരു എന്താ പറയാ ഇമ്പോർട്ടും എക്സ്പോർട്ടും ആംസ് ആൻഡ് റിലേറ്റഡ് മെറ്റീരിയൽസിന്റെ മേല് ഫ്രം ഇറാഖിൽ നിന്ന് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും, പ്രൊഹിബിറ്റ് ചെയ്യും. കാരണം ഇന്ത്യ ആൾസോ പ്രൊഹിബിറ്റ് മെനി ഐറ്റംസ് ഫാളിംഗ് അണ്ടർ 60 എക്സിംഗ് കോഡ്സ്. ദെൻ അടുത്തത് വരുന്നത് ഫിനാൻഷ്യൽ മെഷേഴ്സ് ആണ്. ഫിനാൻഷ്യൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയാ ഇമ്പോർട്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ് ഈ ഒരു ഫിനാൻഷ്യൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നതിന്റെ കോസ്റ്റ് കണ്ടെത്താനും അതേപോലെ തന്നെ അതിന്റെ പേയ്മെന്റ് ഡിഫൈൻ ചെയ്യാനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഒരു അഡ്വാൻസ് പേയ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് റിക്വയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ഇമ്പോർട്ട്സുകളും ചില രാജ്യങ്ങളുടെ എന്താ പറയാ സർട്ടൻ കൺട്രീസിന്റെ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് പറയുന്നത് മെഷേഴ്സ് അഫക്റ്റിംഗ് കോമ്പറ്റീഷൻ ആണ്. മെഷേഴ്സ് അഫക്റ്റിംഗ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ സ്പെഷ്യൽ പ്രിഫറൻസസും പ്രിവിലേജസും അതേപോലെ തന്നെ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് എക്കണോമിക് ഓപ്പറേറ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഇമ്പോർട്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നുണ്ട് എന്റർപ്രൈസുകളൊക്കെ ഉള്ള സമയത്തേക്ക്. കമ്പൽസറി ആയിട്ട് നാഷണൽ സർവീസ് എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെഷേഴ്സ് ഓഫ് അഫക്റ്റിംഗ് കോമ്പറ്റീഷൻ. പിന്നെ വരുന്നത് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് പോളിസികളാണ്. ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് പോളിസി എന്ന് പറയുമ്പോൾ ഇവിടെ ഗവൺമെന്റ് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോറിൻ ഫേംസിന്റെക്കാട്ടിലും ഡൊമസ്റ്റിക് ഫേംസിന്റെ പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പെർസെന്റേജ് എന്ത് ചെയ്യുന്നുണ്ട് ഈടാക്കുന്നുണ്ട് പ്രൊക്യൂർമെന്റ് പോളിസി പ്രകാരം. ദെൻ അടുത്തത് ഫ്രീ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ഇപ്പൊ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫൈനൽ ഗുഡിന്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ലോക്കൽ അല്ലെ കണ്ടന്റ് റിക്വയർ ചെയ്തിട്ടുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതില് ഇൻക്ലൂഡഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് ഇപ്പൊ എ പറയുന്നത് റിക്വയർമെന്റ് ടു യൂസ് സർട്ടൻ മിനിമം ലെവൽ ഓഫ് ലോക്കലി മെയ്ഡ് കമ്പോണൻസ്. അതായത് ഇപ്പൊ റിക്വയർമെന്റ് ഒരു എന്താ പറയുക യൂസ് ഓഫ് സർട്ടൻ മിനിമം ലെവൽസ് എന്ന് പറയുന്നത് ലോക്കലി മെയ്ഡ് ചെയ്തിട്ടുള്ള കമ്പോണൻസ് ആണ്. അതായത് ഒരു ഓട്ടോമൊബൈൽസ് എന്താ പറയുക ഡൊമസ്റ്റിക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽസിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് 25% ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ട് കമ്പോണൻസ് എപ്പോഴും ഒരു ലെവലിൽ എന്ത് ചെയ്യുന്നു റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ട് പ്രൊഡക്റ്റിന്റെ പർച്ചേസും യൂസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൊടുക്കുന്നുള്ളൂ. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ റെസ്ട്രിക്ഷൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ സർട്ടിഫിക്കേഷൻ ഒക്കെ എന്താണ് റിക്വയർ ചെയ്യും. അതേപോലെ തന്നെ അഡീഷണൽ ലൈസൻസ് ഒക്കെ എന്ത് ചെയ്യും റിക്വയർ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതായത് ഡിസ്ട്രിബ്യൂഷൻ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് ഗുഡ്സ് വിതരണം ചെയ്യുന്നതിൽ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടിംഗ് കൺട്രി എപ്പോഴും എന്ത് ചെയ്യണം അഡീഷണൽ ലൈസൻസുകളും സർട്ടിഫിക്കേഷൻ റിക്വയർമെന്റ്സുകളും ഒക്കെ എന്ത് ചെയ്തിരിക്കണം കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ജോഗ്രഫിക്കൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ അത് ഓരോ ഏജൻസിന്റെയും ഓരോ റീസെല്ലിന്റെയും ഒക്കെ റെസ്ട്രിക്ഷൻസിന്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പറയണത്. ദെൻ അടുത്തത് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ പോസ്റ്റ് സെയിൽ സർവീസ് ആണ്. അതായത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും റെസ്ട്രിക്റ്റഡ് ആയിരിക്കുന്നത് എന്താ പറയാ സെയിൽസ് ആൻഡ് സർവീസിലും പ്രത്യേകിച്ച് എക്സ്പോർട്ടഡ് ഗുഡ്സിലും ഇമ്പോർട്ടഡ് ഗുഡ്സിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഈ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് കാണുന്നത്. അപ്പൊ സച്ച് സർവീസ് മേ ബി റിസർവ്ഡ് ടു ലോക്കൽ സർവീസ് കമ്പനീസ് ഓഫ് ദ ഇമ്പോർട്ടിംഗ് കൺട്രി. അപ്പൊ ഇമ്പോർട്ടിംഗ് കൺട്രിയുടെ ലോക്കൽ സർവീസ് കമ്പനീസും അതേപോലെ തന്നെ റിസർവ് ചെയ്തിട്ട് ചില സർവീസുകൾ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ട്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ ട്രേഡിൽ ഉണ്ടാവുന്ന ഒരു അനദർ പൊട്ടൻഷ്യൽ ഒബ്സ്ട്രക്ഷൻസ് ആണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് കോസ്റ്റും അതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഫോറിൻ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിലെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ഡിസ്കറേജ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുമ്പോഴാണ്. ഡൊമസ്റ്റിക് ഇമ്പോർട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയുമായിട്ടാണ്. അപ്പോൾ അവിടെ നോൺ താരിഫ് മെഷേഴ്സുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം എന്താണ് പലതരത്തിലുള്ള ലൈസൻസുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേകൾ റീടേപ്പ് കറപ്ഷൻ കസ്റ്റംസ് അല്ലെ അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സിംഗ് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ റൂൾസ് ഓഫ് ഒറിജിൻ.
റൂൾസ് ഓഫ് ഒറിജിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെ ഒരു രാജ്യത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നതും അതേപോലെ തന്നെ അതവിടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അല്ലെ ട്രേഡ് സർവീസ് എന്ന് പറയുന്നതും എന്താണ് ട്രേഡ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ഹോം കൺട്രിയിലെ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഒക്കെ എന്താണ് റൂൾസ് ഓഫ് ഒറിജിനിലാണ് പറയുന്നത്. റൂൾസ് ഓഫ് ഒറിജിൻ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് ഇമ്പോർട്ടിംഗ് കൺട്രീസിൽ ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. കാരണം അവരുടെ പ്രൊഡക്റ്റുകൾ ഒരു നാഷണൽ സോഴ്സിൽ നിന്ന് ഡിറ്റർമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെവറൽ കേസിലുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് ഡ്യൂട്ടീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ അടുത്തത് വരുന്നത് സേഫ് ഗാർഡ് മെഷേഴ്സ് ആണ്. സേഫ് ഗാർഡ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ രാജ്യം റെസ്ട്രിക്ട് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ എന്താ പറയുക ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ ടെമ്പറലി റെസ്ട്രിക്ട് ചെയ്യാണ്. അതായത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ ഒട്ടും എന്താ പറയാ അഫക്ട് ചെയ്യാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ടൈമിലായിരിക്കും, നോൺ ഡിസ്ക്രിഷണറി ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. ദെൻ അടുത്തത് എംബാർഗോസ്. എംബാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ടോട്ടൽ ബാൻ ആണ് ഇത്. അതായത് എക്സ്പോർട്ട് ഐറ്റംസിനും ഇമ്പോർട്ട് ഐറ്റംസ് കമ്മോഡിറ്റികൾക്കൊക്കെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ബാൻ ആണ് എംബാർഗോസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊളിറ്റിക്കൽ റീസൺസിന്റെയോ അല്ലെങ്കിൽ മറ്റ് റീസൺസ് കൊണ്ടോ അല്ലെങ്കിൽ ഹെൽത്ത് റിലീജിയസ് സെന്റിമെന്റ്സ് അങ്ങനെ എന്തിന്റെങ്കിലും ഒക്കെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു ബാൻ എന്ത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എക്സ്പോർട്ട് റിലേറ്റഡ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എക്സ്പോർട്ട് റിലേറ്റഡ് മെഷേഴ്സ്. എക്സ്പോർട്ട് റിലേറ്റഡ് മെഷേഴ്സിൽ ആദ്യം പറയുന്നത് ബാൻ ഓഫ് എക്സ്പോർട്ട് ആണ്. അതായത് എക്സ്പോർട്ട് റിലേറ്റഡ് മെഷേഴ്സിൽ നമ്മൾ പറയുന്നത് എല്ലാ മെഷേഴ്സും അപ്ലൈ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് എക്സ്പോർട്ടിംഗ് കൺട്രി ഇൻക്ലൂഡ് ബോത്ത് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ മെഷേഴ്സ്. ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ മെഷേഴ്സ് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് എക്സ്പോർട്ടിംഗ് കൺട്രിയെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എല്ലാ മെഷേഴ്സും അപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു എന്താ പറയാ ഒരു സമയത്ത് ഷോർട്ടേജ് വരികയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാണ്, പൊനിയന് വീറ്റ് അല്ലെ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യാണ് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കൺസംഷന് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഇത് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിനെ വളരെയധികം എന്ത് ചെയ്യും എഫക്ട് ചെയ്യുന്നുള്ളതാണ് പറയണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സപ്ലൈ റെഡ്യൂസ് ചെയ്യും. എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഇന്റേണൽ പ്രൈസ് വർദ്ധിക്കുന്നതിനും കാരണമാവും എന്നാണ് പറയണത്. ദെൻ എക്സ്പോർട്ട് ടാക്സ്. എക്സ്പോർട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ഗുഡുകൾക്കാണ്. അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അഡ്വലോറം ആയിട്ടുള്ള ടാക്സുകളാണ് ഈടാക്കുന്നത്. ഓക്കെ, അതായത് എക്സ്പോർട്ട് ടാക്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഡൊമസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. ഡൊമസ്റ്റിക് പ്രൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് കൺസംഷൻ എന്ന് പറയുന്നത് കൂടുന്നു. ദെൻ എക്സ്പോർട്ട് സബ്സിഡി ആൻഡ് ഇൻസെന്റീവ്. എക്സ്പോർട്ട് സബ്സിഡി ആൻഡ് ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ അതില് താരിഫ് ഓൺ ഇമ്പോർട്ടും അതേപോലെ തന്നെ എക്സ്പോർട്ടും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഒരു countries have developed compensatory measures of different types of export like export subsidy. അതായത് ഒരു കോമ്പൻസേറ്ററി മെഷേഴ്സ് ആണ് നമ്മൾ ഡിഫറെന്റ് എക്സ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്നത് എങ്കിൽ, അതായത് സബ്സിഡിയോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഡ്രോബാക്കോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീ അസസോ അങ്ങനെ എന്തെങ്കിലും ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കും. Government or government bodies usually provide financial contribution to domestic producers. ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് സാധാരണയായിട്ട് ഗവൺമെന്റ് ബോഡീസ് എന്ത് ചെയ്യുന്നത്. അത് ഗ്രാന്റ്സിന്റെ രൂപത്തിലോ ലോണിന്റെ രൂപത്തിലോ ഇക്വിറ്റി ഇൻഫ്യൂഷന്റെ രൂപത്തിലോ ഒക്കെ ആയിരിക്കും സഹായം നൽകുന്നത്. ദെൻ അടുത്തത് വളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിന്റ് ആണ്. വളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫോർമൽ കോട്ടയാണ്. അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ടിംഗ് കൺട്രിയാണ്. വളണ്ടറിലി റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള അതായത് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് മേലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈമിലാണ് രാജ്യം ഇത് ചെയ്യുന്നത്. ഈ ഇത്തരത്തിലുള്ള റെസ്ട്രെയിൻ എന്ന് പറയുന്നത് ഒറിജിനലി പ്രൈമറിലി എങ്ങനെയാണ് പൊളിറ്റിക്കൽ കൺസിഡറേഷൻസിന്റെ ബേസിലാണ് വരുന്നത്. ഓക്കെ, the inducement of exhorted agree to via
മോസ്റ്റ്ലി അപ്പസ് ദ ഇമ്പോർട്ടിംഗ് കൺട്രി. അതായത് ഇത്തരത്തിലുള്ള ഒരു എക്സ്പോർട്ടർ എന്ന് പറയുന്നത് എഗ്രി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള VER ആണ്. VER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രിക്റ്റന് എന്താ പറയാ ഇമ്പോർട്ടിംഗ് രാജ്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ട്രേഡ് റെസ്ട്രിക്റ്റന്റ് എന്ന് പറയുന്നത് പോസിബിൾ ആവുന്ന, അതായത് എന്ത് ചെയ്യും ടു അവോയ്ഡ് ദ എഫക്ട് ഓഫ് പോസിബിൾ റീറ്റെയിലറി ട്രേഡ് റെസ്ട്രിക്റ്റന്റ്. ട്രേഡ് റെസ്ട്രിക്ഷൻസ് എന്താ പറയാ അവോയ്ഡ് ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നത് സഹായിക്കുന്നു എന്നുള്ളതാണ് പറയണത്. ഓക്കെ, ദെൻ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു താരിഫ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൽ പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതില് ഫസ്റ്റ് നമ്മൾ പറയണത് എ സ്പെസിഫിക് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ? സ്പെസിഫിക് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എ ടാക്സ് ഓൺ ഇമ്പോർട്ട് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് കറൻസി പെർ യൂണിറ്റ് ഓഫ് ദി ഗുഡ് അല്ലെ? അപ്പൊ അതേത് ആൻസർ വരുന്നത്? ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. സ്പെസിഫിക് താരിഫ് ഡി ആണ് ആൻസർ വരുന്നത്. ദെൻ രണ്ടാമത്തത് എ താരിഫ് ഓൺ ഇമ്പോർട്ട്സ് ബെനഫിഷ്യൽ ടു ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ ഇമ്പോർട്ട് ഗുഡ് ബിക്കോസ് അല്ലെ? എന്താണ് കാരണം എന്ന് പറയുന്നത്? നമുക്കറിയാം ഇറ്റ് റൈസസ് ദ പ്രൈസ് ഫോർ വിച്ച് ദേ ക്യാൻ സെൽ ദയർ പ്രൊഡക്റ്റ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ബി ആണ്, 2B ആണ് ആൻസർ വരുന്നത് കേട്ടോ. 2B ആണ് ആൻസർ വരുന്നത്. ദെൻ മൂന്നാമത്തത് എ ടാക്സ് അപ്ലൈഡ് ആസ് എ പെർസെന്റേജ് ഓഫ് ദ വാല്യൂ ഓൺ ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഓക്കെ, ഇമ്പോർട്ടഡ് ഗുഡ്സ് ഏതാ വരുന്നത്? A tax applied as a percentage of the value of the imported good is known as അല്ലെ? ഏതാണ് ഒരു ഇമ്പോർട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഏതാണ് നമുക്കറിയാം അല്ലെ? ടാക്സ് അപ്ലൈഡ് ആസ് എ പെർസെന്റേജ് വാല്യൂ ഓൺ ഇമ്പോർട്ടഡ് ഗുഡ് അല്ലെ? അപ്പൊ ഏതാ വരുന്നത്? അഡ് വലോറം ടാരിഫ്. ഓക്കെ, മൂന്നാമത്തെ. ദെൻ നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ്കലേറ്റഡ് താരിഫ്. എസ്കലേറ്റഡ് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? എസ്കലേറ്റഡ് താരിഫ് എന്ന് പറയുമ്പോൾ നോമിനൽ താരിഫ് റേറ്റും മാനുഫാക്ചർ പ്രൊഡക്റ്റും അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ താരിഫ് ഫോർ റോ മെറ്റീരിയൽസ് അല്ലെ? അപ്പോ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അഞ്ചാമത്തത് വളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രിക്റ്റന്റ് ഇൻവോൾവ്ഡ്. വളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രിക്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് വളണ്ടറി എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്പോർട്ടിംഗ് കൺട്രി അല്ലെ? സി ആണ് ആൻസർ വരുന്നത്. എക്സ്പോർട്ടിംഗ് കൺട്രി voluntarily restricting the quantity of goods that can be exported out of a country during a specific period of time. ഓക്കെ, സി ആണ് എന്ത് ചെയ്യുന്നത് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ആറാമത്തത് ആന്റി ഡംപിംഗ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ? ഏതാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് പറയാം അഡീഷണൽ അല്ലെ? അഡീഷണൽ ഇമ്പോർട്ട് ഡ്യൂട്ടി സോ ആസ് ടു offset the effect of exporting firms unfair charging of prices in the foreign market which are lower than the production cost. ഇനി പിന്നെ ബി എന്ന് പറയുന്നത് എന്താണ്? വേണ്ട, തെറ്റാണ്, അത് തെറ്റാണ് അല്ലെ? ദെൻ സി എന്ന് പറയുമ്പോൾ അഡീഷണൽ ഇമ്പോർട്ട് ഡ്യൂട്ടി സോ ആസ് ടു ഓഫ്സെറ്റ് ദ എഫക്ട് ഓഫ് എക്സ്പോർട്ടിംഗ് ഫേംസ് അൺഫെയർ ചാർജിങ് ഓഫ് ലോവർ പ്രൈസസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് അല്ലെ? അപ്പോ എന്താണ്? ആറ് നമുക്ക് ഡി കൊടുക്കും. എയും സിയും അല്ലെ? ദെൻ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് ഓരോന്നും വായിച്ചു നോക്കുമ്പോ തന്നെ അല്ലെ? എ ടാരിഫ് ദാറ്റ് എയിം ടു ഓഫ്സെറ്റ് ആർട്ടിഫിഷ്യലി ലോ പ്രൈസസ് ചാർജ്ഡ് ബൈ എക്സ്പോർട്ടിംഗ് ഹു എൻജോയ് എക്സ്പോർട്ട് സബ്സിഡി ആൻഡ് ടാക്സ് കൺസെഷൻ ഇൻ ദയർ ഹോം കൺട്രി അല്ലെ? അത് നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ചാർജിങ് ഇമ്പോർട്ടിംഗ് കൺട്രി ടു എൻഷ്യൂർ ഫെയർ ആൻഡ് മാർക്കറ്റ് ഓറിയന്റഡ് പ്രൈസ് ഇമ്പോർട്ടിംഗ് പ്രൊഡക്ട്സ് അല്ലെ? അതും എന്താണ്? അതും നമുക്ക് ആക്ച്വലി എന്താണ് ശരിയായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. ദെൻ charged by importing countries to protect domestic industry and firms from unfair price advantage arising from subsidy അല്ലെ? അപ്പൊ നോക്കുമ്പോ നമുക്ക് എന്താ തോന്നുന്നത്? എല്ലാം അല്ലെ? ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളത് കൊടുക്കാം. കാരണം 1, 2, 3 ഒക്കെ എന്താണ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ 7D ആണ് വരുന്നത് കേട്ടോ. ആൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. ദെൻ എട്ടാമത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഔട്ട്കം ഓഫ് താരിഫ്. താരിഫിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഏതാണ്
അല്ലെ? താരിഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസ്കറേജ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഫ്രം കൺസ്യൂമിങ് ഇമ്പോർട്ട് ഗുഡ്സ് ആൻഡ് എൻകറേജ് കൺസംഷൻ ഓഫ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, 8C ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ 9ാമത്തെ SPS മെഷേഴ്സ് ആൻഡ് TBS ആർ. SPS മെഷേഴ്സും TBS എന്ന് പറയുന്നതും എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്താണ്? ഒന്ന്, പെർമിസിബിൾ അണ്ടർ WTO, പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺട്രീസ്, മേ റിസൾട്ട് ഇൻ ലോസ് ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്, ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് കംപ്ലൈൻസ് ടു ദ എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അല്ലെ? അപ്പോ നമുക്ക് നോക്കുമ്പോ എന്താണ് ഓൾ ഓഫ് ദി എബവ് എന്നുള്ള ആൻസർ കൊടുക്കാം. കാരണം 1, 2, 3 എയും ബിയും സിയും ഒക്കെ കറക്റ്റ് ആൻസർ തന്നെയാണ്. അപ്പൊ ഓൾ ഓഫ് ദി എബവ് എന്ന് കൊടുക്കും. ദെൻ 10ാമത്തെ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നോൺ താരിഫ് ബാരിയർ. നോൺ താരിഫ് ബാരിയർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അല്ലെ? അപ്പൊ ഏതൊക്കെയാണ്? കോംപ്ലക്സ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് ആണോ? ഇമ്പോർട്ട് കോട്ട ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ആണോ? കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ചാർജ്ഡ് ബൈ ഇമ്പോർട്ടിംഗ് കൺട്രി ആണോ? പ്രീ ഷിപ്മെന്റ് പ്രൊഡക്റ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ റിക്വയർമെന്റ് ആണോ? ഏതാണ് വരുന്നത്? കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ചാർജ്ഡ് ബൈ ഇമ്പോർട്ടിംഗ് കൺട്രി. ഇത് നോൺ താരിഫ് ബാരിയർ അല്ല. ദെൻ അടുത്തത് താരിഫ് റേറ്റ് കോട്ട. താരിഫ് റേറ്റ് കോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് ഏതാണ്? താരിഫ് റേറ്റ് കോട്ട എന്ന് പറയുമ്പോൾ ഏതാണ്? A country permit an import of limited quantity at a low rate of duty but subject an excess amount to a much higher rate. Okay, 11B ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ 12ാമത്തത് നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ആൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ഇമ്പോർട്ട് കോട്ടയാണോ? താരിഫാണോ? എക്സ്പോർട്ട് സബ്സിഡി ആണോ? ടെക്നിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഡക്റ്റ് ആണോ? ഏതാണ് വരുന്നത്? യെസ്, താരിഫ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ.